ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ റോങ് ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് സ്നേഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ചില പ്രധാനപ്പെട്ട സൈൻസ് നോക്കാം. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരിക്കലും നിങ്ങളായിട്ട് ആ വ്യക്തിയുടെ കൂടെ ഇരിക്കാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ്. അഥവാ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങളാകാൻ കഴിയാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരിക്കുക. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളൊരു റോങ് പേഴ്സൻ്റെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത് ഫ്യൂച്ചറിനെ പറ്റി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ആ വ്യക്തിയെ നമ്മൾ തീരെ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ആ വ്യക്തിയെ മറന്നു പോവുക. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫ്യൂച്ചറിൽ ആ വ്യക്തി നമ്മളുടെ കൂടെ ഉള്ളത് നമുക്കിഷ്ടമല്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ അപ്പോഴും ഒരു റോങ് പേഴ്സൻ്റെ കൂടെയാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ, നമ്മൾ സ്നേഹിക്കുന്നതെങ്കിൽ നമ്മൾ ഫ്യൂച്ചർ കാര്യങ്ങളിലൊന്നും അവരെ ഉൾപ്പെടുത്തില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സൈനാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരിക്കലും നിങ്ങളെക്കുറിച്ച് ഒരു മതിപ്പുണ്ടാക്കുന്ന ഫീല് തരത്തില്ല എന്നുള്ളതാണ്. അഥവാ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എപ്പോഴും സംസാരിക്കുന്നത് നിങ്ങളുടെ നെഗറ്റീവ് വശങ്ങളെക്കുറിച്ചായിട്ടായിരിക്കും. എന്നാൽ പോസിറ്റീവ് വശങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുമോ? അതില്ല താനും. അഥവാ നിങ്ങൾക്ക് അവരുടെ കൂടെ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ കൂടെ ഇടപഴകുമ്പോൾ, അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഒരു ബാഡായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക. നേരെ മറിച്ച് നിങ്ങൾക്ക് നിങ്ങളെ മതിപ്പുണ്ടാക്കുന്ന രീതിയിൽ ചിന്തിക്കാൻ സാധിക്കത്തില്ല. ദാറ്റ് മീൻസ് അവരുടെ ഭാഗത്തു നിന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടുന്നില്ല, വെറും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കാണുന്നത്. അങ്ങനെ നിങ്ങൾ സ്വയം ഒരു ബാഡ് ആണെന്ന് ചിന്തിച്ചു തുടങ്ങും. നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് ഒരു റോങ് പേഴ്സൻ്റെ കൂടെയാണ് എന്നുള്ളതിൻ്റെ. അടുത്തൊരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും പറയുകയാണ് ആൾ റോങ് ആണ് കേട്ടോ, നിനക്ക് ആളുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ നീ ഒരുപാട് അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആളെ നിനക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്, നീ അത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്നൊക്കെ പല ആളുകളും നിങ്ങളോട് പറയുക. അതായത് ചുറ്റുമുള്ള ആളുകളൊക്കെ ആൾ വേണ്ട ആൾ ശരിയാവില്ല, നിൻ്റെ ഒരു ക്യാരക്ടർ അല്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റീതിങ്ക് ചെയ്യുന്നത് നല്ലതാണ്. ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാണെങ്കിലോ, നമുക്ക് അവർ നല്ലതാണെന്ന് തോന്നുന്നത് നമുക്ക് അവരോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണെങ്കിലോ ചിലപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ നന്നായിട്ട് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഒന്ന് റീതിങ്ക് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ റോങ് പേഴ്സൻ്റെ കൂടെയാണോ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട സൈനിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം. പിന്നെ അഡീഷണലായിട്ട് ഒരു ബോണസ് നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് പ്രയോറിറ്റി നൽകുന്നില്ല, വാല്യൂ നൽകുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വാല്യൂ ആൻഡ് പ്രയോറിറ്റി അഫർമേഷൻ എന്നൊന്ന് ടെക്സ്റ്റ് ചെയ്യുക. നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് അയച്ചു തരാം. ആ അഫർമേഷൻസ് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുക. ഇനി ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സൈൻസ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ, ട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വിശ്വാസത്തിൻ്റെ പേരിൽ ചൊല്ലി ഭയങ്കര അടി, അല്ലെങ്കിൽ ഫൈറ്റ്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചെയ്യുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നന്നായിട്ടുണ്ടെങ്കിൽ റോങ് പേഴ്സൻ്റെ കൂടെയാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കപ്പെടുന്നില്ല, എങ്ങനെയൊക്കെയോ ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുന്നു, എങ്ങനെ സ്നേഹിക്കേണ്ടത്, എങ്ങനെ സ്നേഹം സ്വീകരിക്കേണ്ടത്, ഇതൊന്നും അറിയത്തില്ല. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് ആ വ്യക്തിയുടെ കൂടെ ഉള്ളതെങ്കിൽ നിങ്ങൾ റോങ് പേഴ്സൻ്റെ കൂടെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം 5-6 സൈൻസ് ഞാൻ പറഞ്ഞു. ഈ സൈൻസൊക്കെ നോക്കിയിട്ട് നിങ്ങളൊരു റോങ് പേഴ്സൻ്റെ കൂടെയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റീതിങ്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒറ്റ ലൈഫേ ഉള്ളൂ, കുറച്ച് നാളും കൂടിയേ ലൈഫുള്ളൂ. ആ ലൈഫും കൂടി നമ്മളിങ്ങനെ ഒരു റോങ് പേഴ്സൻ്റെ കൂടെ ജീവിച്ച് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മൂവ് ഓൺ ആവുക, പുതിയ ഒരു റിലേഷൻഷിപ്പ് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാം. ഇനി നിങ്ങൾക്കിപ്പോൾ ആ വ്യക്തി അത്ര ഇഷ്ടമാണ്, ആ വ്യക്തിയെ ഒഴിവാക്കാൻ പറ്റില്ല, ആ വ്യക്തി കുറച്ചുകൂടി കൂടുതൽ എന്നെ സ്നേഹിക്കുമോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ
നമുക്ക് കൃത്യമായിട്ടുള്ള പ്രോപ്പർ ഗൈഡൻസിലൂടെ നമുക്ക് മാനിഫെസ്റ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യാം. അതുവഴി നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ആളെ ടോട്ടലി മാറ്റാനൊന്നും പറ്റില്ല, പക്ഷെ നിങ്ങളോടുള്ള ആ ഒരു പെരുമാറ്റ രീതി കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത്തരത്തിൽ എന്തെങ്കിലും ഹെൽപ്പുകൾ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.